നമസ്കാരം. വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കിഗായ് സ്റ്റേഷൻ 35 തോഷുഗു. 3 കുരങ്ങുകൾ നൽകുന്ന പാഠം. യാത്രയുടെ അവസാനം നമ്മൾ എത്തുന്നത് ടോക്കിയോവിന്റെ വടക്കുള്ള നിക്കു എന്ന പട്ടണത്തിലാണ്. ഇവിടെയാണ് ജപ്പാൻകാർ ഏറ്റവും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന 3 ജ്ഞാനികളായ കുരങ്ങന്മാരുടെ ശില്പങ്ങളുള്ളത്. മരത്തിൽ കൊത്തിയ ഈ ശില്പങ്ങൾ തോഷുഗു ദേവാലയത്തിലാണ് ഉള്ളത്. 3 കുരങ്ങന്മാരിൽ ഒരെണ്ണം കണ്ണും അടുത്തയാൾ ചെവിയും മൂന്നാമത്തെയാൾ വായും പൊത്തിപ്പിടിച്ചിരിക്കുന്നു. കുരങ്ങന്മാർ കാണിക്കുന്ന ഈ ചേഷ്ടകളുടെ ഉറവിടം ഒരു ജാപ്പനീസ് പഴഞ്ചൊല്ലാണ്. തിന്മ കാണരുത്, കേൾക്കരുത്, പറയരുത്. അത് കൺഫ്യൂഷ്യസിന്റെ വചനങ്ങളാണ്. ഈ 3 കുരങ്ങന്മാർക്കും പേരുകളുണ്ട്. മിസാറു കണ്ണുകൾ പൊത്തിയവൻ, കിക്കാസാറു ചെവി പൊത്തിയവൻ, ഇവാസാറു വായ പൊത്തിയവൻ. രസകരമെന്നു പറയട്ടെ, ഈ പേരുകളുടെ അവസാനമുള്ള സാറുവിന്റെ അർത്ഥം പുരാണ ജാപ്പനീസ് ഭാഷയിൽ ചെയ്യരുത് എന്നും കുരങ്ങൻ എന്നുമാണ്. ഈ 2 അർത്ഥങ്ങൾ ഉള്ളതുകൊണ്ടാവും 1636 ഈ പഴഞ്ചൊല്ല് കുരങ്ങന്മാരുടെ ശില്പങ്ങളായി അവതരിച്ചത്. 3 അരിപ്പകൾ. ഈ 3 കുരങ്ങന്മാരുടെ സന്ദേശം പുരാണ ഗ്രീസിലെ ഒരു കഥയുമായി സാമ്യമുള്ളതാണ്. ഒരു ദിവസം ഒരു ശിഷ്യൻ ദേഷ്യത്തോടെ സോക്രട്ടീസിന്റെ വീട്ടിൽ വന്നു. അയാൾ പറഞ്ഞു, "ഗുരു, താങ്കളുടെ ഒരു കൂട്ടുകാരൻ താങ്കളെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചത് എന്താണെന്നറിയണ്ടേ?" സോക്രട്ടീസ് ഇടയിൽ കയറി പറഞ്ഞു, "നിൽക്ക്, എന്നോട് പറയാൻ പോകുന്നത് 3 അരിപ്പകൾ കൊണ്ട് അരിച്ചുവോ?" 3 അരിപ്പകളോ? ശിഷ്യൻ അതെന്താണെന്ന് മനസ്സിലായില്ല. "അതെ, ആദ്യത്തെ അരിപ്പ സത്യമാണ്." "നിങ്ങൾ പറയാൻ പോകുന്നത് സത്യമാണ് എന്നുറപ്പുണ്ടോ?" "ഇല്ല, അയൽവാസികൾ പറയുന്നത് കേട്ട് എന്നു മാത്രം." "ശരി, എന്നാൽ രണ്ടാമത്തെ അരിപ്പയായ ദയയിൽ പരീക്ഷിക്കാമായിരുന്നു." "നിങ്ങൾ പറയാൻ പോകുന്നത് ദയയുള്ള കാര്യമാണോ?" "അല്ല, സത്യത്തിൽ ദയയുടെ വിപരീതമാണ്." "ശരി, എന്നാൽ മൂന്നാമത്തെ അരിപ്പയായ അത്യാവശ്യത്തിലേക്ക് പോകാം." "ഇത് എന്നോട് പറയണമെന്ന് അത്യാവശ്യമുണ്ടോ?" "ഇല്ല, തിരയില്ല." "അതുകൊണ്ട് എന്നോട് പറയാനിരുന്ന കാര്യം സത്യവുമല്ല, ദയയുള്ളതുമല്ല, അത്യാവശ്യവുമല്ല. എങ്കിൽ അത് മറന്നു കളയുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് മറ്റുള്ളവരോട് നമ്മൾ എന്തെങ്കിലും പറയുവാൻ തുടങ്ങുന്നതിനു മുമ്പ് ഈ 3 അരിപ്പകളിലൂടെ പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും വാർത്തയ്ക്ക് വൈകാരിക സ്വഭാവമുണ്ടെങ്കിൽ." "ഏതു മാനസിക പ്രപഞ്ചത്തിലാണ് നിങ്ങൾക്ക് ജീവിക്കേണ്ടത്?" സത്യത്തിൽ സോക്രട്ടീസിന്റെ 3 അരിപ്പകളെ പ്രതിനിധീകരിക്കാൻ ഇവസാറു എന്ന ഒരു കുരങ്ങൻ മതി. തിന്മ പറയരുത്. മറ്റുള്ളവരെ വിമർശിക്കുന്നവരും വിമർശനങ്ങൾ പ്രചരിപ്പിക്കുന്നവരും സ്വന്തം ഇക്കിഗായ് ഉണർത്തുന്നതിന്റെ കഴിവിൽ നിന്നും ഉടനെ അകലും. കാരണം അവർ പറയുന്നത് കേൾക്കുന്നവർ തങ്ങളെയും ഇതുപോലെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമെന്ന് ഭയക്കും. ജീവിതത്തിന്റെ മോശം വശങ്ങളെക്കുറിച്ച് പറയുന്നത് ചിലപ്പോൾ രസകരമായിരിക്കാം, എന്നാൽ അത് തുടരുന്നത് നല്ലതല്ല. മനുഷ്യർ എന്ന നിലയിൽ അത് മോശമാണ്. മാത്രമല്ല, മറ്റുള്ളവർക്ക് നമ്മളെ വിശ്വാസമില്ലാതാവും. ചെവി പൊത്തിപ്പിടിച്ച കിക്കാസാറു. ആത്മീയ പരിപൂർണതയുടെ ഒരു പടി കൂടി മുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. മറ്റുള്ളവരെക്കുറിച്ചുള്ള മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുന്നതിനോടൊപ്പം അത് കേൾക്കാതിരിക്കാനും നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ മനസ്സ് ദുഷിച്ച് വൃത്തികേടുകൾ നിറഞ്ഞ് അതുവഴി ഇക്കിഗായ്ക്കായി നമ്മൾ കരുതി വെച്ചിരുന്ന നല്ല കാര്യങ്ങളിലും വിഷം തീണ്ടും. കണ്ണു പൊത്തിയിരിക്കുന്ന മിസാറു തെറ്റായ ദിശയിൽ നോക്കാതിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ദുഷിച്ച കാര്യങ്ങൾ കേൾക്കാതെയും പറയാതെയിരിക്കുന്നത് പോലെ അവ കാണാതിരിക്കുകയും ചെയ്യണം. ഇന്ദ്രിയങ്ങളെ നമ്മൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുമ്പോൾ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയും ചെയ്യും. ജ്ഞാനികളായ 3 കുരങ്ങന്മാരുടെ പരിശീലന പാഠം. 3 കുരങ്ങന്മാരുടെ സന്ദേശം പ്രയോഗത്തിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതം പരിശോധിച്ച് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. TV കാണുമ്പോഴും റേഡിയോ കേൾക്കുമ്പോഴും പത്രം വായിക്കുമ്പോഴും ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴും ജീവിതത്തിന്റെ നല്ല വശങ്ങൾക്കാണോ ചീത്ത വശങ്ങൾക്കാണോ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? ചീത്ത വശങ്ങൾ എന്നാണ് ഉത്തരമെങ്കിൽ അവ ഉടനെ മാറ്റി പകരം സംസ്കാരങ്ങൾ സംബന്ധിച്ചും സാങ്കേതിക കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും മനഃശാസ്ത്രപരമായോ നിങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുന്നതും സഹായിക്കുന്നതുമായ മറ്റെന്തെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള പരിപാടികളോ
കളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് ദുഷിപ്പും വിമർശിച്ചും സംസാരിക്കുന്നവരുടെ കൂടെ നിങ്ങളും കൂടാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒരു തരത്തിലും മെച്ചപ്പെടുത്താത്ത ഈ വൃത്തികേടിനെ കഴുകിക്കളയാനായി സംഭാഷണം മറ്റു വിഷയങ്ങളിലേക്ക് തിരിച്ചുവിടുക. കുറച്ചു കഴിയുമ്പോൾ ഈ പരദൂഷണക്കാരന് അയാളുടെ വൃത്തികെട്ട സംഭാഷണം കേൾക്കാൻ താല്പര്യമുള്ള വ്യക്തിയല്ല നിങ്ങൾ എന്നു മനസ്സിലാക്കി വേറെ വഴികൾ തേടും. മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ? ഇതുവരെയും നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മറ്റുള്ളവർ നിങ്ങളുടെ കണ്ണാടിയാണ്. അവർക്ക് നിങ്ങൾ എന്തു നൽകുന്നുവോ അത് തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു.